ഇതുവരെ ആരും പറയാത്ത ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊന്നും ഇതുവരെ നിങ്ങളുടെ അടുത്ത് നമ്മൾ ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു ബിസിനസ് പ്ലാൻ. എന്നാൽ ഫ്യൂച്ചറിൽ ഇത് നല്ലൊരു സാധ്യതയും നല്ലൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കിഡിലൻ സെറ്റപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കാതെ. പ്രത്യേകിച്ച് ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഗൾഫായാലും യൂറോപ്പ് കൺട്രികളിലായാലും അമേരിക്കയിലായാലും എവിടെയാണെങ്കിലും നമ്മുടെ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരമാകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടേതായിട്ടുള്ള ആഡുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കും ഈ ഒരു ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് കാണുക, മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആരും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്തായിരിക്കും ആരും പറയാത്ത ആ ഒരു ബിസിനസ് ആശയം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ആരും പറയാത്തത് മാത്രമല്ല, നല്ലൊരു വളർച്ചാ സാധ്യതയുള്ള ഒരു ബിസിനസ് കൂടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, മക്കൾ ഗൾഫിലും അതേപോലെ തന്നെ പാരൻസ് നാട്ടിലും ഉള്ളൊരു അവസ്ഥയിലാണ്. നമ്മുടെ കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആളുകൾ നോക്കിക്കഴിഞ്ഞാലും മക്കൾ പലപ്പോഴും ഗൾഫ് കൺട്രികളിലും അതേപോലെ തന്നെ യൂറോപ്പ് കൺട്രികളിലും അമേരിക്കയിലും പല രാജ്യങ്ങളിലായിട്ടുണ്ട് പരന്ന് കിടക്കുക. നമുക്കിങ്ങനെ എണ്ണി രാജ്യങ്ങളെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം, വേൾഡിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും മലയാളീസിൻ്റെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ പ്രത്യേകിച്ച് മലയാളീസിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഗൾഫിൽ, അതേപോലെ തന്നെ US, അതേപോലെ യൂറോപ്പ് കൺട്രികളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഫാമിലീസ് പാരൻസ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സർവീസിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, പ്രായമായിട്ടുള്ള പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പോൾ പല രീതിയിലും ഇങ്ങനത്തെ ഒരു പരിഹാരത്തിനായിട്ട് ഇതുപോലെയുള്ള പാരൻസുകളെ പലരും, പ്രായമായിട്ടുള്ള പാരൻസുകളൊക്കെ പലരും ചെയ്യാറുള്ളത് ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ ഉണ്ട്. അതുപോലെ പ്രായമായിട്ടുള്ള ആളുകളെ കെയർ ചെയ്യുന്ന ഇതുപോലുള്ള പല യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കാണ് പലപ്പോഴും ആളുകൾ ഇങ്ങനെയുള്ള പാരൻസുകളെ കൊണ്ടാക്കി. പക്ഷെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ പാരൻസുകൾക്കൊന്നും ചിലപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അവർ സ്വന്തം വീട് വിട്ടിട്ട് ഇതുപോലുള്ള ഹോം സെൻ്ററുകളിലൊന്നും പോയി താമസിക്കാൻ അത്ര താല്പര്യമുള്ളവരായിരിക്കില്ല. പക്ഷെ സാഹചര്യം കൊണ്ട്, അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മക്കൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളവരെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് ഒറ്റക്കാവുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പുറത്ത് അവർക്കൊരു സഹായം എന്ന രീതിയിലൊക്കെ അവരെ മറ്റു പരിപാലന കേന്ദ്രങ്ങളിലേക്ക് അവരെ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ മിക്ക പാരൻസുകൾക്കും നമ്മുടെ വീട്ടിൽ, സ്വന്തം അവരുടെ വീട്ടിൽ തന്നെ ജീവിക്കാനാണ് താല്പര്യം. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട് വിട്ടു പോകാൻ അവർക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവസ്ഥ കൊണ്ട് പോയി പോകുന്നതാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അവരുടേതായിട്ടുള്ള വീടുകളിൽ, സ്വന്തം വീട്ടിൽ തന്നെ എത്രയും അവരുടെ മരണം വരെ അല്ലെങ്കിൽ എവിടെ വരെ പോകാൻ പറ്റും, അവർക്ക് ജീവിക്കാൻ കഴിയും, എത്ര കാലം ജീവിക്കാൻ കഴിയും അത്രയും കാലം സ്വന്തം വീട്ടിൽ ജീവിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉള്ളവരാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ പല പാരൻസുകളും ഇന്ന് വീടുകളിൽ ഒറ്റക്കാണ്, മനസ്സിലായ. അപ്പോൾ അതിൽ പ്രായമായവരുണ്ട്, പ്രായമാവാത്തവരുണ്ട്, പ്രായമാവാതെ തന്നെ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളെ, ഇങ്ങനെയുള്ള പാരൻസുകളെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പാരൻസുകൾ, നാട്ടിലുള്ള പാരൻസുകളെ ഒരു ഡെയിലി സപ്പോർട്ട് സർവീസ് എന്ന് വെച്ചാൽ ഒരു സ്മോൾ സർവീസ്, ഡെയിലി സ്മോൾ സർവീസ് എന്ന രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു സർവീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അതൊരു എന്താ പറയുക, ഏജ് ഓൾഡ് ഹോമോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സർവീസോ അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. ഫുൾ ടൈം നഴ്സിംഗ് സർവീസൊക്കെ നടത്തുന്ന, ഹോം നഴ്സിംഗ് സർവീസൊക്കെ നടത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി സ്മോൾ സപ്പോർട്ട് സർവീസ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് പലപ്പോഴും ഇങ്ങനെ ഒരു വിഷയത്തെ കേൾക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതിനെ ഒരു ചാരിറ്റി ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇതിനെ മാറ്റി വെക്കുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ ഒരിക്കലും ഇതിനെ ഒരു ചാരിറ്റി ലെവലിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാരിറ്റി ലെവലിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചാരിറ്റി മാത്രം ചെയ്യാനായിട്ട് സർവീസുകൾ കാര്യങ്ങൾ കൊടുക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു സർവീസിനെ കുറിച്ചിട്ടല്ല. നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്മോൾ സപ്പോർട്ട് സർവീസ് ബിസിനസ്സിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീടുകളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സർവീസ്, ഏത് രീതിയിലുള്ള സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്കൊക്കെ ഡെയിലി ആവശ്യമായിട്ട് വരുന്ന ഒരു ബേസിക് സർവീസുകളുണ്ട്. പല ആളുകൾക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ രോഗികളെ സന്ദർശിക്കേണ്ടവരുണ്ടാവും. അതുപോലെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണാൻ പോകേണ്ട കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അമ്പലങ്ങളിൽ പോകണവരുണ്ടാവും, ഡെയിലി പള്ളികളിൽ പോകണവരുണ്ടാവും, ചർച്ചുകളിൽ പോകണവരുണ്ടാവും. അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങാനുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ ആവശ്യമുള്ളവരുണ്ടാവും. ഇതുപോലെ ആ വീടിന് വേണ്ട സർവീസുകൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു വണ്ടി എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരെ കൊണ്ട് സാധ്യമാകാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി അവർ വീട്ടിൽ പോയിട്ട് ഡെയിലി അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ബില്ലടക്കാനുണ്ടോ, അല്ലെങ്കിൽ അവർ കറണ്ട് ബില്ല് അടച്ചോ, അവർക്ക് കറണ്ട് ബില്ല് അടക്കണോ, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ചർച്ചിൽ പോകേണ്ട കാര്യങ്ങളുണ്ടോ, അമ്പലത്തിൽ പോകണോ, അല്ലെങ്കിൽ അവർക്ക് കല്യാണത്തിന് പോകേണ്ട കാര്യങ്ങളുണ്ടോ, ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പുറത്ത് അവർക്ക് ജസ്റ്റ് പുറത്ത് ഒരു പാർക്കിൽ പോകണം, അല്ലെങ്കിൽ അവർക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളുണ്ടോ. ഇതുപോലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർവീസ് രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ, ജോലി എന്നുള്ളത്. ഇതിന് വലിയ മുതൽ മുടക്കേണ്ട കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഹെവി റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന സംഭവം. പക്ഷെ നമ്മൾക്ക് തോന്നുക, എന്നാൽ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു ചാരിറ്റി എന്നാണ് നമുക്ക് തോന്നുന്നത്. ചാരിറ്റി ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇതിനെ കാണുക. പക്ഷെ അങ്ങനെയല്ല. ഇതിനെ നമ്മൾ സർവീസ് രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ മക്കൾക്ക്, വിദേശത്ത് ഉള്ള ഇവരുടെ മക്കൾക്ക് ഇതിനൊരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പേയ്മെൻറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം അവരുടെ രക്ഷിതാക്കൾ, അവരുടെ പാരൻസിനെ നമ്മളിവിടെ കെയർ ചെയ്യാനും ശ്രദ്ധിക്കാനും ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ മന്ത്ലി അവർക്കൊരു ചെറിയ എമൗണ്ട് പേ ചെയ്യുന്ന കാര്യത്തിൽ അവർ പാത്ര പിശുക്കോ അല്ലെങ്കിൽ അവരതിനെ നോ എന്ന് പറയാൻ സാധ്യത തീരെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ സ്ഥാനത്ത് നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും. അത് ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ല നമുക്ക് നോക്കേണ്ടത്. നമ്മളിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് ആകെ ഇതിന് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ബൈക്ക് വേണം. ഓക്കെ, നമുക്കൊരു ബൈക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഒരു ഫോൺ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ഇത് രണ്ടും ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ബൈക്ക് ചിലപ്പോൾ ഒന്നും കൂടി ഇല്ലാതിരിക്കാം, അത് വേണം എന്നുള്ളതിൽ നമുക്ക് സംഘടിപ്പിക്കാവുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ബൈക്ക് ഉണ്ട്, മൊബൈൽ ഫോൺ. ഇത് രണ്ടുമാണ് ഇതിന് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതൊരു പ്രൊഫഷണൽ രീതിയിലാക്കുന്നത് കൊണ്ട് തന്നെ, ഇതൊരു സർവീസ് ഒരു സിസ്റ്റം ആക്കി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒരു യൂണിഫോം സിസ്റ്റം കൊണ്ടുവരും. നമുക്ക് ചെറിയ രീതിയിലുള്ള യൂണിഫോം, നമ്മൾ അതിനെന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ എന്ത് സംഭവം കണ്ടെത്തി നമ്മൾ യൂണിഫോമിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചെറിയൊരു യൂണിഫോം നമ്മൾ സെറ്റാക്കുക. അത് നമ്മൾ ആ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ ആ ഒരു യൂണിഫോമിൽ ഇട്ടുകൊണ്ട് മാത്രം പോകാൻ ശ്രമിക്കുക. ഒരു ID കാർഡ്, നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള, നമ്മുടെ പേര്, നമ്മുടെ ഏജ്, നമ്മളെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള, നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ID കാർഡ്. കാരണം ഇത് നമ്മൾ ഇതേപോലെ പ്രായമായിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ പാരൻസ് ഒറ്റക്കുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂർ എന്നുള്ള രീതിയിലും ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലും നമ്മളെത്തി ഒരു ID കാർഡ് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ്. അതെന്തായാലും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതും നല്ലതാണ്. കാരണം അത് നമ്മുടെ ആ ഒരു സംഭവത്തിന്, നമ്മൾ ചെയ്യുന്ന ആ ഒരു സർവീസിനും ആ ഒരു ബിസിനസ് പ്ലാനിനും അത് ഒരു ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അത് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു യൂണിഫോം സെറ്റ് ചെയ്യണം, നമ്മൾ ഒരു ID കാർഡ് സെറ്റ് ചെയ്യണം, ബൈക്ക് ഉണ്ടാവണം, മൊബൈൽ ഫോൺ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഈ വിസിറ്റിംഗ് കാർഡ് നമ്മൾക്ക് കൊടുത്തുകൊണ്ട് പല വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ടും നമുക്ക് ഇതിനെ ആഡ് ചെയ്തിട്ടുകൊണ്ടൊക്കെ നമുക്ക്
ഇതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിറ്റിംഗ് കാർഡും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഒരു സംഭവം. അപ്പോൾ ഇതിലാകെ ഒരു മുതൽ മുടക്കി എന്ന് പറയുന്നത്, ഇപ്പോൾ ബൈക്കും ഫോണും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു മുതൽ മുടക്കി എന്ന് പറയുന്നത് ഒരു 2 ടീഷർട്ട് അടിക്കാനുള്ള പൈസ, അതേപോലെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ 1,500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ID കാർഡ് ഉണ്ടാക്കാനുള്ള ഒരു ക്യാഷും. ഇപ്പം ഈ പറയുന്ന ഒരു പൈസയുടെ ചിലവ് മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സർവീസിന് ഒരു പ്രൊഫഷണൽ ടച്ച് വരും. അതോടൊപ്പം തന്നെ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ സർവീസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സർവീസ് കിട്ടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ ആ സർവീസ് ഏൽപ്പിക്കുന്നവർക്ക് ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യാനും അത് സഹായകമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീസാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏണിങ്സ് ആണ്, നമ്മുടെ വരുമാനമാണ്. എങ്ങനെയാണ് ആ വരുമാനം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇതിനെ ഒരു 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു ബേസിക് സർവീസ് കൊടുക്കുന്നവർക്ക് മാസം 5,000 രൂപ നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ആഴ്ചയിൽ അവർക്ക് ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിൽ പോകണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറച്ചും കൂടി സർവീസ് കൂടുതലൊക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വീക്കിലി ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ടാവും, ഡോക്ടറെ കാണേണ്ടവരുണ്ടാവും, അങ്ങനെ പല രീതിയിലും സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ആഴ്ചയിലൊക്കെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുക, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ എല്ലാവരും അമ്പലത്തിൽ ടൂർ പോവുക, ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ വരുന്നൊരു സംഭവം. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവരുണ്ടാവും, ആഴ്ചയിൽ അമ്പലത്തിൽ, അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8,000 റുപ്പീസ് 8,000 രൂപക്ക് നമുക്ക് ഫീ ഈടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം സർവീസ്, അതിന് നമുക്ക് മാസം 10,000 രൂപ. അപ്പോൾ പ്രീമിയം സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ അത്യാവശ്യം അവരെ ഒരു മാസത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പല കാര്യങ്ങളും, ചിലപ്പോൾ നമുക്ക് അവർക്ക് ഒരു യാത്ര പോകേണ്ടി വരുമായിരിക്കും, പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരുമായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള പല സർവീസുകളും നമ്മൾ അതിൽ ഉൾപ്പെടും. പ്രീമിയം സർവീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, എല്ലാ കാര്യങ്ങളും, എല്ലാ സർവീസും നമ്മൾ അതിൽ ഉൾപ്പെടും. അപ്പം അങ്ങനത്തെ സർവീസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മാസം നമുക്ക് ഈടാക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഒരു 5,000 രൂപ ബേസിൽ തന്നെ നമുക്കൊരു ബേസിക് സർവീസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു 20 ക്ലയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സിലായോ, 20 വീട് അല്ലെങ്കിൽ 20 ക്ലയൻസിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാസം 1,00,000 രൂപ ആയി. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, 1,00,000 രൂപ അതിന് മുകളിലോട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്ലാനാണിത്. അപ്പോൾ ഒരു ബേസിക് സർവീസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മാസം 1,00,000 രൂപ എന്തായാലും നമ്മുടെ കയ്യിൽ വരും. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5,000 രൂപയോ ഈ 8,000 രൂപയോ 10,000 രൂപയോ മാസം നമ്മൾക്ക് പേ ചെയ്യാൻ തീർച്ചയായിട്ടും വിദേശത്തുള്ള അവരുടെ മക്കൾക്ക് ഒരു മടിയും ഉണ്ടായില്ല. കാരണം അവർക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൈൻഡ് കൂളാണ്, അവർ ഹാപ്പിയാണ്, അവരെല്ലാ കാര്യങ്ങളും അവരും റിലാക്സ്ഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ പാരൻസ് ഇവിടെ സേഫാണ്, കെയറിങ് ആണ് എന്നുള്ള കാര്യം അറിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരും ഹാപ്പിയാണ്, സേഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 10 രൂപ കൂടുതൽ പേ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് ഒരു മാസം 1,00,000 അല്ല, അതിന് മുകളിലോട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സർവീസാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ്സിന്, ഈ ഒരു സർവീസിന് പ്രത്യേകിച്ച് സ്കോപ്പ് കൂടാൻ കാരണം എന്താണെന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അത് ഗൾഫാവട്ടെ, ഏത് കൺട്രീസ് ആവട്ടെ, കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ദിനംപ്രതി വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലും ബിസിനസ് ആവശ്യം, ജോലിയും പല രീതിയിലും അത് വിദേശത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന യുവതലമുറകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പാരൻസ് പലപ്പോഴും അവർ വീടുകളിൽ തനിച്ചാണ്. അത് വീട്ടിൽ സുഖമില്ലാത്തവരുണ്ട്, പ്രായമായവരുണ്ട്, പ്രായമാവാത്തവരും സുഖമില്ലാത്തവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളുമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി പാരൻസ് നാട്ടിലും മക്കൾ വിദേശത്തുമാവുന്ന ഒരു സമ്പ്രദായം, ഒരു ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ ഒരു വളർച്ച വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു സർവീസിന് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നല്ല, നമ്മൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ഡിമാൻഡും വലിയൊരു സാധ്യതയും വളരെ സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
നല്ല രീതിയിൽ സക്സസ് ആക്കി എടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് എത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു ചാരിറ്റി അല്ലേ, അല്ലെങ്കിൽ ചാരിറ്റി എന്നുള്ള രീതിയിൽ കണക്കിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ചാരിറ്റി എന്നുള്ള രീതിയിലല്ല, ഇതിനെ നമ്മളൊരു പ്രൊഫഷണൽ ബിസിനസ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ നല്ലൊരു സ്വീകാര്യത ലഭിക്കുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നന്നായിട്ട് നമുക്ക് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ബ്രൗഷറോ ഒരു നോട്ടീസോ ഒരു വിസിറ്റിംഗ് കാർഡോ കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്കോ യൂട്യൂബ് കാര്യങ്ങളിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾ വിദേശത്തുള്ള ആളുകൾ ഗൾഫ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിൻ്റെ ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഈ സംഭവത്തിന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു മാസം ഇപ്പോൾ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഫ്രഷ് ഐഡിയകളുമായിട്ട് ഇനിയും നമ്മൾ വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.